കായിക മേഖലയിൽ 3500 കോടിയുടെ വികസനം നടപ്പാക്കിയെന്ന് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 3500 കോടി രൂപയാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് സർക്കാർ ചെലവാക്കിയതെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. മാടായി ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കളിക്കളമായ പാളയം ഗ്രൗണ്ടിൽ നിർമ്മിക്കുന്ന ആധുനിക സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൊണ്ടുവന്ന് കേരളത്തിലെ കായിക വകുപ്പാണ് വിദ്യാഭ്യാസ സംയുക്തമായി. ഇപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാൻ ഒരു പഞ്ചായത്തിൽ ഒരു പരിശീലകനെ നിയമിക്കാനുള്ള സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കളിക്കളങ്ങളുടെയും സ്റ്റേഡിയങ്ങളുടെയും എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായത്. 3 സിന്തറ്റിക് സ്റ്റേഡിയങ്ങൾ ജില്ലയിൽ നിർമ്മിച്ചു. തലശ്ശേരിയിൽ ഏറ്റവും മികച്ച കായിക സമുച്ചയം സജ്ജമാക്കി. മട്ടന്നൂരും കൂത്തുപറമ്പിലും സ്റ്റേഡിയങ്ങൾ പൂർത്തിയാക്കി. തളിപ്പറമ്പ് മണ്ഡലത്തിൽ 55 കോടി രൂപയുടെ പുതിയ സ്റ്റേഡിയം വരുന്നു. ഇത്തരത്തിൽ സംസ്ഥാനത്തെ കായിക മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വൻ കുതിപ്പാണ് സർക്കാർ സൃഷ്ടിച്ചതെന്നും മന്ത്രി പറഞ്ഞു. സ്കൂളുകളിൽ കായിക പഠനം സിലബസിൽ ഉൾക്കൊള്ളിച്ചു. പരിശീലനവും നൽകി. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പാകത്തിൽ നമ്മുടെ കായിക താരങ്ങളെ വളർത്തിക്കൊണ്ടുവരികയാണ് സർക്കാർ ലക്ഷ്യം. കൂടാതെ കായിക താരങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ വിശദാംശങ്ങളും ഡിജിറ്റലായി സൂക്ഷിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് നടപ്പാക്കുന്നതോടെ കൂടുതൽ സുതാര്യത കൊണ്ടുവരാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക വകുപ്പ് 1.5 കോടി രൂപ ചെലവിലാണ് പാളയം ഗ്രൗണ്ടിൽ ആധുനിക സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. എം.വി. ജിൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി മുഖ്യാതിഥിയായി. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ APM മുഹമ്മദ് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ, ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, ഗ്രാമപഞ്ചായത്ത് അംഗം മണി പവിത്രൻ, BPC MV വിനോദ് കുമാർ, മാടായി AEO ഡോക്ടർ KP സംഗീത, പ്രിൻസിപ്പൽ ഡോക്ടർ P ഷീജ, പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്, EP ഹേമചന്ദ്രൻ, U സജിത്ത് കുമാർ, HM M ഹൈമ ടീച്ചർ, V വിനോദ്, MP ഉണ്ണികൃഷ്ണൻ, സ്കൂൾ ലീഡർ കൃതിക സജിത്, ലിബിൻ അജയഘോഷ് എന്നിവർ സംസാരിച്ചു. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും T ബാബു, പഴയങ്ങാടി. DJ Amusement Presents Autumn Fair 2025. കണ്ണൂരിന്റെ കണ്ണിൽ ഇനി കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയത്തോടെ. അതെ, ഇനി നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിലോ കാനഡ വരെയോ പോകേണ്ട. കണ്ണൂരിന്റെ മണ്ണിൽ നയാഗ്ര വാട്ടർഫോൾസ് ഒരുക്കി DJ Amusement. കൂടാതെ ചൈനയിലും ദുബായിലും ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സർറിയൽ വെള്ളച്ചാട്ടവും. ഈ വിസ്മയ ലോകം ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. ഓപ്പൺ ബേർഡ്സ് പാർക്ക്, റോബോട്ടിക് ഡോം, കൺസ്യൂമർ സ്റ്റോർ, ഫുഡ് കോർട്ട്, കളിച്ചുല്ലസിക്കാൻ അമ്യൂസ്മെന്റ് പാർക്ക്, ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 8 മുതൽ സെപ്റ്റംബർ 21 വരെ വൈകുന്നേരം 3 മണി മുതൽ രാത്രി 9:30 വരെയും മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ രാത്രി 9:30 മണി വരെയുമാണ് പ്രദർശന സമയം. കണ്ണൂർ പോലീസ് മൈതാനിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഓണാഘോഷം വിദേശ യാത്ര പോകാതെ അവിടെയുള്ള ഫീലിൽ കണ്ണൂരിലാവട്ടെ.